ഇനി നമുക്ക് പറയുന്ന ലാസ്റ്റ് ടോപ്പിക് മോഡലിൽ ഫോർത്ത് മോഡലിൽ സ്ട്രക്ചറും യൂണിയൻ ആണ്. സ്ട്രക്ചർ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. എല്ലാ പ്രാവശ്യം ക്വസ്റ്റ്യൻസ് വെക്കാറുണ്ട്. ഒരു എംപ്ലോയി ക്വസ്റ്റ്യൻ ആയിരിക്കും വരാറ്. അപ്പൊ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയാം. സ്ട്രക്ചറും യൂണിയനും സെയിം, ബോത്ത് ആർ യൂസർ ഡിഫൈൻഡ് ടൈപ്പ് ആണ്. അത് നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം. അറേ എന്ന് പറയുമ്പോൾ എന്താണ്, അറേയുടെ പോരായ്മ എന്താണ്? കണ്ടിന്യൂസ് മെമ്മറി ആണ്. മാത്രമല്ല അതെല്ലാം ഒരു ടൈപ്പ് ഓഫ് ഡാറ്റ മാത്രമേ സ്റ്റോർ ചെയ്യാൻ പറ്റൂ. ഇപ്പൊ ഇന്റ് അറേ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇന്റിജർ വാല്യൂ മാത്രമേ കിട്ടുള്ളൂ. ഫ്ലോട്ട് ARR എന്ന് കൊടുത്താൽ ഫ്ലോട്ട് വാല്യൂസ് മാത്രമേ കിട്ടുള്ളൂ. പക്ഷേ നമുക്ക് എല്ലാത്തിന്റെ കോമ്പിനേഷനും കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ആണ് structure and union. So if you want to hold multiple types of data in a single unit, we call it as structure and union. Both are for same purpose, only small differences are there. രണ്ടാണ് നമ്മൾ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. ഇപ്പൊ സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്താണ്? യൂസർ ഡിഫൈൻഡ് ടൈപ്പ് ആണ്. that allows grouping of variables of different types into a single name. ഒരു സിംഗിൾ നെയിമിലേക്ക് നമ്മൾ എല്ലാത്തിനെയും കൊണ്ടുവരുന്ന ആ പ്രോസസ് ആണ് സ്ട്രക്ചർ എന്ന് പറഞ്ഞത്. ഈച്ച് വാരിയബിൾ വിത്തിൻ എ സ്ട്രക്ചർ ഈസ് കോൾഡ് മെമ്പർ. ഓരോ വാരിയബിളിനെ ഇതിൽ വിളിക്കുന്ന പേര് എന്താണ്? മെമ്പർ എന്നാണ്. അപ്പൊ നമ്മൾ ഒരു ഫംഗ്ഷന്റെ ഉള്ളിൽ വരുന്ന വാരിയബിൾ നമ്മൾ എന്താ വിളിക്കുക? പാരാമീറ്റർ അല്ലെങ്കിൽ ആർഗ്യുമെന്റ്. സ്ട്രക്ചറിന്റെ ഉള്ളിൽ വരുന്ന വാരിയബിൾസ് നമ്മൾ എന്താ വിളിക്കുക? മെമ്പർ എന്ന് പറയാം. അപ്പൊ ഒരു വാരിയബിളിനൊക്കെ എന്തൊക്കെ പേരുകളല്ലേ? ഓരോന്നിലും ഓരോ സിറ്റുവേഷനിലും ഓരോരോ വാല്യൂ പേരുകളാണ് ഇതിന് വരുന്നത്. ഒരു സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം സ്ട്രക്ട് എന്ന് പറഞ്ഞൊരു കീവേഡ് വേണം. സ്ട്രക്ചർ എന്ന് പറഞ്ഞൊരു കീവേഡ് വേണം. അതിന്റെ കൂടെ സ്ട്രക്ചറിന്റെ നെയിം വേണം. എന്താ നിങ്ങൾക്ക് പേര് കൊടുക്കുക ആ പേര് കൊടുക്കാം. ഉള്ളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വാല്യൂസ് അല്ലെങ്കിൽ ഡാറ്റ ടൈപ്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മളിപ്പോ ക്യാർ നെയിം, അതായത് ഒരു സ്ട്രിങ് വേണം, ഒരു ഏജ് ഇന്റീജർ കൊടുത്തു, സാലറി ഫ്ലോട്ട് കൊടുത്തു. ഇനി ഇത് കഴിയുമ്പോൾ ഒരു സെമി കോളനും കൊടുക്കണം. ഇങ്ങനെയാണ് സ്ട്രക്ചർ റെപ്രസെന്റ് ചെയ്യുന്നത്. സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ് ആണ്. ഇറ്റ് ക്യാൻ സ്റ്റോർ മൾട്ടിപ്പിൾ ടൈപ്പ് ഓഫ് ഡാറ്റ ഇൻസൈഡ് എ സിംഗിൾ നെയിം. അപ്പോൾ ആൻഡ് ആൾസോ ഇറ്റ് ഈസ് ഡിക്ലെയർഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സ്ട്രക്ട് കീവേഡ്. ഓക്കെ, ഇനി എനിക്ക് ഡിക്ലറേഷൻ നടത്തണം. അതായത് ഇതിനെ ഒരു ഒബ്ജക്ട് ക്രിയേറ്റ് ചെയ്യണം. അതായത് എനിക്കിത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ട്രക്ചർ ഡെഫിനേഷൻ ഫുള്ളി കംപ്ലീറ്റ് ആണെന്നുണ്ടെങ്കിൽ എനിക്കൊരു ഒബ്ജക്ട് അതിനെ റെസ്പോണ്ട് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ റെപ്രസെന്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ആരോമാർക്ക് പോലെ ഒരു സ്ട്രക്ചർ എത്ര വേണമെങ്കിലും ഉണ്ടാക്കാം, എത്ര വേണമെങ്കിലും ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഒരേ പാറ്റേണിൽ നമുക്ക് പല ഡ്യൂപ്ലിക്കേറ്റ്സ് ഉണ്ടാക്കാൻ പറ്റും. സോ നമുക്ക് അവിടെ ഒരു ഒബ്ജക്ട്സ് വേണം ഇത് റെപ്രസെന്റ് ചെയ്യാൻ. സോ അത് പേര് എങ്ങനെ എടുക്കണം? സ്ട്രക്ട് പേഴ്സൺ നെയിം. ഈ സ്ട്രക്ട് പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്താ? സ്ട്രക്ട് നെയിം, ഞങ്ങളുടെ സ്ട്രക്ചർ വാരിയബിൾ പേഴ്സൺ 1. ഓക്കെ, ഇനി നിങ്ങൾക്ക് എത്ര പേഴ്സൺ വേണമെങ്കിലും ഉണ്ടാക്കാം, പേഴ്സൺ 2, പേഴ്സൺ 3 എത്ര വേണമെങ്കിലും ഉണ്ടാക്കാം. ഓരോ പ്രാവശ്യം ഇതിന്റെ കോപ്പിയാണ് ഇങ്ങനെ റിപ്ലിക്കേറ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ടാവാം. അതേപോലെ നിങ്ങൾക്ക് ഒരു വാല്യൂ, ഇപ്പോൾ എനിക്ക് ഏജ്, പേഴ്സൺ 1ന്റെ ഏജ്, എന്റെ ഏജ് അതിൽ കൊടുക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? പേഴ്സൺ 1.age ഈക്വൽ ടു പറഞ്ഞിട്ട് ഞാൻ ഇപ്പോൾ എന്റെ 28 എന്നുള്ള വാല്യൂ കൊടുക്കും. ഇനി അതേപോലെ എനിക്ക് എന്റെ പേര് കൊടുക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? strcpy പേഴ്സൺ 1.name. ഇത്രയും കോംപ്ലക്സ് ചെയ്ത് കൊടുക്കേണ്ട. പേഴ്സൺ 1.name ഈക്വൽ ടു ആലിസ് എന്ന് പറഞ്ഞു അല്ലെങ്കിൽ ദിവ്യ എന്ന് പറഞ്ഞു കൊടുത്താൽ മതി. അതുപോലെ ഡോട്ട് സാലറി ഈക്വൽ ടു 50,000 എന്നുള്ളതും കൊടുക്കാം. ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഡോട്ട് ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ടായിരിക്കും അതിന്റെ വാല്യൂസ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ഇനി നമുക്ക് യൂണിയനെ കുറിച്ച് പറയാം. യൂണിയൻ പറഞ്ഞാൽ സെയിം കോൺസെപ്റ്റ് തന്നെയാണ്, ഗ്രൂപ്പിംഗ് തന്നെയാണ്. ഇവിടെ യൂണിയൻ എന്ന് പറയുമ്പോൾ ഓൾ മെമ്പേഴ്സ് ഷെയർ ദ സെയിം മെമ്മറി ലൊക്കേഷൻ. സ്ട്രക്ചറിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. സ്ട്രക്ചറിലും യൂണിയനും തമ്മിൽ ഡിഫറൻസ് എന്താ? ഒന്ന് സ്ട്രക്ചർ എന്ന് പറഞ്ഞ കീവേഡ് വെച്ചിട്ടാണ് സ്ട്രക്ചർ ഉണ്ടാക്കുക. യൂണിയൻ ആണെങ്കിൽ യൂണിയൻ എന്ന് പറഞ്ഞ കീവേഡ് വെച്ചിട്ടാണ് ഉണ്ടാക്കുക. Both are user defined function. Both are used to store multiple values. But the second difference is that യൂണിയനിൽ എല്ലാം ഒരു മെമ്മറി ലൊക്കേഷനാണ് ഷെയർ ചെയ്യുക. ഏത് ഡാറ്റ ടൈപ്പിനാണോ ഏറ്റവും ഹയസ്റ്റ് വാല്യൂ ആ അത്രയും മെമ്മറി ആയിരിക്കും അലൊക്കേറ്റ് ഉണ്ടാവുക. ഇപ്പോ പക്ഷേ ഇൻ ദ കേസ് ഓഫ് സ്ട്രക്ചർ ഇൻഡിവിജ്വലി ഓരോ വാരിയബിൾസിനും നമ്മൾ എക്സ്ട്രാ സ്പേസസുകൾ ഉണ്ടാക്കി വെക്കും. അപ്പൊ വ്യത്യാസം എന്താ വെച്ചാൽ ഒരു ചേഞ്ച് നടന്നു കഴിഞ്ഞാൽ സ്ട്രക്ചർ ബാക്കി ഒരു വാരിയബിൾ ചേഞ്ച് നടന്നു കഴിഞ്ഞാൽ അത് മറ്റുള്ളവരെ എഫക്ട് ചെയ്യുന്നില്ല സ്ട്രക്ചറിൽ. പക്ഷേ യൂണിയനിൽ അങ്ങനെയല്ല. എല്ലാവരും ഷെയർ ചെയ്യുന്ന സെയിം മെമ്മറി ലൊക്കേഷൻ ആയതുകൊണ്ട് ഒന്നിലൊരു ചേഞ്ച് വന്നാൽ ഓട്ടോമാറ്റിക്കലി ഇറ്റ് വിൽ എഫക്ട് ദ റിമൈനിങ്. ദാറ്റ്സ് എ പ്രോബ്ലം ഓഫ് യൂണിയൻ. ഇപ്പൊ യൂണിയൻ നമ്മൾ അധികം അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഓൺലി ഡിഫറൻസ് ബിറ്റ്വീൻ സ്ട്രക്ചർ ആൻഡ് യൂണിയൻസ്, യൂണിയൻ എന്ന് പറഞ്ഞ കീവേഡ് വെച്ചിട്ടായിരിക്കും നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവുക. ബാക്കിയൊക്കെ സെയിം ആണ്. നമുക്ക് യൂണിയന്റെ പേര്, അതിന്റെ വാരിയബിളിന്റെ പേര്, മെമ്പറിന്റെ പേര് കൊടുക്കാം. അങ്ങനെ നമുക്ക് ഡിക്ലെയർ ചെയ്യാൻ പറ്റും. നമുക്കൊരു വാല്യൂ കൊടുക്കണമെങ്കിൽ ഡോട്ട് ഓപ്പറേറ്റർ തന്നെയാണ് യൂസ് ചെയ്യുക. സെയിം ആസ് ലൈക്ക് നിങ്ങൾ ഇപ്പൊ മനസ്സിലാക്കിയ സ്ട്രക്ചർ യൂണിയന്റെ അതേ കോൺസെപ്റ്റ് തന്നെയാണ് യൂണിയനിലും വർക്ക് ചെയ്യുന്നത്. ഓൺലി ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാക്കണം. സ്ട്രക്ചറിൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ടാണ്, യൂണിയനിൽ യൂണിയൻ എന്ന് പറഞ്ഞിട്ടാണ്. സ്ട്രക്ചറിൽ എല്ലാവർക്കും ഈച്ച് വാരിയബിളിനും അല്ലെങ്കിൽ ഈച്ച് മെമ്പേഴ്സിനും വിൽ ഹാവ് ഡിഫറെന്റ് സ്പേസസ് ടു സ്റ്റോർ ദ വാല്യൂ. ബട്ട് ഇൻ ദ കേസ് ഓഫ് യൂണിയൻ all are sharing a same location. So some variable has a change, it will automatically reflect on the remaining. അതങ്ങനെ പറയാൻ പാടില്ലല്ലോ, അതാണ് അതിന്റെ ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറയണം. ഇനി സ്ട്രക്ചറിന്റെ ഒരു ചെറിയ എക്സാമ്പിൾ കാണിച്ചു തരാം. സ്ട്രക്ചറിൽ എപ്പോഴും വരുന്ന ഒരു ക്വസ്റ്റ്യൻ കാണിച്ചു തരാം. ഓക്കെ, അറേ സ്ട്രക്ചർ നമ്മൾ ഡിഫറൻസ് വെച്ചാൽ അറേ എന്ന് പറയുന്നത് ഒരു ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്പ് എന്നല്ലേ പറയാം. മറ്റേത് ഒരു യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ് ആണ്. അറേയിൽ സിംഗിൾ ടൈപ്പ് വാല്യൂ പറ്റുള്ളൂ. സ്ട്രക്ചറിൽ നമുക്ക് മൾട്ടിപ്പിൾ ടൈപ്പ് ഓഫ് ഡാറ്റ പറ്റും കേട്ടോ.
അതാണ് ഡിഫറൻസ് പറയുന്നത്. ഇപ്പൊ ഒരു ചെറിയ എക്സാമ്പിൾ, റൈറ്റ് എ പ്രോഗ്രാം ടു ക്രിയേറ്റ് എ സ്ട്രക്ചർ എംപ്ലോയ് വിത്ത് മെമ്പർ വാരിയബിൾസ് നെയിം, ഏജ്, BS, DA, HR ആൻഡ് T സാലറി. ടോട്ടൽ സാലറി കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഹാഷ് ഇൻക്ലൂഡ് കൊടുത്തു. സ്ട്രക്ട് എന്താ കൊടുക്കണം? എംപ്ലോയി എന്നാണ് പേര് പറഞ്ഞത്. അപ്പൊ എംപ്ലോയി എന്ന് പേര് കൊടുത്തു. അതിൽ എന്തൊക്കെ വേണം? നെയിം വേണം, ഏജ് വേണം, ബേസിക് സാലറി വേണം, DA വേണം, HRA വേണം, സാലറി വേണം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കൊടുത്തു. അത് ക്ലോസ് ചെയ്തു. ക്ലോസ് സെമിക്കോളം വെച്ചു. ഇനി മെയിൻ ഫംഗ്ഷനുള്ളിൽ ഞാൻ എന്ത് ചെയ്യണം? എനിക്ക് ഇത് ആക്സസ് ചെയ്യാനുള്ള ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. ഒബ്ജക്റ്റ് പറയുമ്പോൾ അല്ലെങ്കിൽ വാരിയബിൾ നെയിം ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ സ്ട്രക്ട് എംപ്ലോയ് ഇ. അപ്പൊ ഈ പോലെ കുറെ ഉണ്ടാക്കാം, എത്ര വേണമെങ്കിൽ. ഇപ്പൊ നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ 2 എംപ്ലോയീസിന്റെ വേണമെന്ന് പറഞ്ഞാൽ ഇവിടെ ഞാൻ എന്ത് ചെയ്യുമായിരുന്നു? സ്ട്രക്ട് എംപ്ലോയ് E1, സ്ട്രക്ട് എംപ്ലോയ് E2 എന്ന് പറഞ്ഞു കൊടുക്കുമായിരുന്നു. ഓക്കെ, ഇനി നമ്മൾ ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക? എൻ്റർ ദ നെയിം ചോദിക്കുകയാണ്. ഈ നെയിം ചോദിക്കാൻ ഞാൻ പറഞ്ഞു, വെറുതെ E.name ചോദിച്ചാൽ മതി, യൂസറിന്റെ സാധനം കിട്ടും. ഡയറക്റ്റ് ആയിട്ട് E.name ഈക്വൽ എന്ന് പറഞ്ഞു കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഇങ്ങനെ സ്കാൻ ഓഫ് ചെയ്ത് കിട്ടാം. E.name കൊടുക്കാം. നെയിം കൊടുക്കുന്ന സമയം പറഞ്ഞു, സ്ട്രിംഗ് വാല്യൂസ് കൊടുക്കുമ്പോൾ ആംബസെന്റ് യൂസ് ചെയ്യാൻ പാടില്ല. റിമൈനിങ്ങിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ആംബസെന്റ് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ E.age, E.bs, E.da, E.hr, E.bs അങ്ങനെ നമുക്ക് അത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇനി നമുക്കത് പ്രിന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ നോർമലി ഒരു വാരിയബിൾ അങ്ങനെ പ്രിന്റ് ചെയ്യണോ അതേപോലെ തന്നെയാണ് അതിന്റെ വാല്യൂസും പ്രിന്റ് ചെയ്യുന്നത്. വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. ഈ ക്വസ്റ്റ്യൻ ഒന്ന് ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് കേട്ട് മനസ്സിലാക്കിയിട്ട് എഴുതി വെക്കാൻ നോക്കുക കേട്ടോ. യൂണിയനിനെ കുറിച്ച് ഞാൻ കൂടുതൽ പോകുന്നില്ല. എപ്പോഴും ഈ ക്വസ്റ്റ്യൻസ് ആണ് വരാറ്. എംപ്ലോയിയുടെ സാലറി ക്വസ്റ്റ്യൻ ആണ് വരാറ്. അപ്പൊ ജസ്റ്റ് ഒന്ന് ആദ്യം നമ്മൾ അതിന്റെ കാര്യങ്ങൾ ഡിക്ലെയർ ചെയ്ത് വെച്ചു, അല്ലെങ്കിൽ അതിന്റെ ഡിഫൈൻ എന്താണ് സ്ട്രക്ചറിന്റെ ഉള്ളിൽ എന്നുള്ളത് പറഞ്ഞു വെച്ചു. പിന്നെ ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു വാരിയബിൾ ക്രിയേറ്റ് ചെയ്തു. ആ വാരിയബിൾ വെച്ചിട്ട് നമ്മൾ ഡോട്ട് ഓപ്പറേറ്റർ വെച്ചിട്ട് ഓരോ വാരിയബിൾസും ആക്സസ് ചെയ്തു. നെയിം, ഏജ്, BS, DA, HR, TA, സാലറി. അപ്പൊ എല്ലാത്തിനും നമ്മൾ വാല്യൂസ് യൂസറിൽ നിന്ന് വാങ്ങിച്ചു, അത് പ്രിന്റ് കൊടുത്തു. ഇങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത്. അല്ല നിങ്ങൾക്ക് ഒരു മൾട്ടിപ്പിൾ ആയിട്ട് കുറെ പേരുണ്ടെങ്കിൽ ഓരോന്നിനും ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ഈ സ്ട്രക്ട് എംപ്ലോയ് E1, E2 എന്ന് പറയാം. എന്നിട്ട് എത്ര എംപ്ലോയീസ് ഉണ്ട് എന്നുള്ളത് യൂസറിനോട് ചോദിക്കുക. എന്നിട്ട് ഫോർ ലൂപ്പ് വെച്ചിട്ട് നിങ്ങൾക്ക് ഇത് ചെയ്യാനും പറ്റും. അപ്പോഴും ഇത് കറക്റ്റ് ആവും കേട്ടോ. അങ്ങനെയും ചെയ്യാം. ഓക്കെ.